ക്രിസ്തീയ ജീവിതം യാന്ത്രികമായി തീരുന്നത് അപകടമാണ്. യാന്ത്രികതയുടെ ഒരു പ്രധാന കാരണം ജീവിതത്തിൻ്റെ തിരക്കാണ്. അലസത പാപമായിരിക്കുന്നത് പോലെ തന്നെ അമിത അധ്വാനവും പാപമാണ്. കർത്താവിൻ്റെ വചനത്തിനും സമയവും സ്ഥലവും ഇല്ലാത്ത നിലയിൽ നമ്മുടെ ജീവിതങ്ങളായിത്തീരരുത്. കർത്താവിനോടുള്ള ബന്ധം ഏറ്റവും ഹൃദ്യവും സജീവവും ആയിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് ഒരു പുതിയ പ്രസംഗ പരമ്പര ആരംഭിക്കുകയാണ്. അതിന് തുടക്കമായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന അർത്ഥത്തിലാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ ആരാണ് എന്നതാണ് ചോദ്യം. ഞാൻ പറയുന്നയാളുടെ പേര് ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കാണുകയില്ല. നിങ്ങൾ പെട്ടെന്ന് ഓർത്തതാരുടെ പേര് അപ്പോസ്തലനായ പൗലോസിൻ്റെ പേരായിരിക്കും അല്ലേ? ആരാണ്? ലൂക്കോസാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ. പുതിയ നിയമത്തിൻ്റെ ഏതാണ്ട് 26% അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പൗലോസിന് 25% ഉള്ളത്. അപ്പോൾ പൗലോസ് ആശയത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും കാര്യത്തിൽ നിശ്ചയമായിട്ടും അപ്പോസ്തലനായ പൗലോസാണ് മുഖ്യൻ എന്ന് നമുക്കറിയാം. എന്നാൽ വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും അധികം വാക്കുകൾ എഴുതിയത് ലൂക്കോസാണ്. ലൂക്കോസിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം എഴുതിയ അപ്പസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകമാണ് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നത്. ഒരു വലിയ പുസ്തകമാണ്. 28 അധ്യായങ്ങളുള്ള ഒരു വലിയ പുസ്തകമാണ്. ഒരുപാട് വിശദമായിട്ട് ഞാനങ്ങ് പ്രസംഗിക്കത്തില്ല. അപ്പം നിങ്ങൾ ലോകാവസാനം വരെയും ഈ പ്രസംഗം കാണുമല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത്രയും ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ആ പുസ്തകത്തിൻ്റെ ആശയത്തോട് നീതി പുലർത്തുന്ന നിലയിൽ പ്രസംഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പം ഞാനതിലെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിക്ക് ഞാനൊരു മുഖവുര പറയാം. അതാണ് ഇന്ന് എൻ്റെ ഉദ്ദേശ്യം. അപ്പോസ്തല പ്രവൃത്തികൾക്ക് ഒരു മുഖവുര എന്നതാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശ്യം എന്ന് പറയുന്നതാണ്. അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ തിരിയുക. തിയോഫിലോസയെ ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് ആദ്യത്തെ 3 വാക്യം. ഇവിടെ എഴുത്തുകാരന് ആരാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹം ഇതിനു മുൻപ് ഒരു പുസ്തകം അഥവാ ചരിത്രം വിവരണം എഴുതിയിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. എൻ്റെ 1-ാമത്തെ ചരിത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 2-ാമത്തെ ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന ആ പേര് ഈ പുസ്തകത്തിന് നൽകിയത് ലൂക്കോസ് അല്ല. അത് 2-ാം നൂറ്റാണ്ടിൽ ഈ പുസ്തകത്തെ വിവരിക്കാനായിട്ട് സഭാപിതാക്കന്മാർ നൽകിയ ഒരു പേരാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഈ പുസ്തകം ആദ്യ ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് പ്രതികൾ നിങ്ങൾ പരിശോധിച്ചാൽ
അപ്പസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകം ലൂക്കോസിൻ്റെ സുവിശേഷത്തോട് ചേർന്ന് രണ്ടും ഒരുമിച്ചാണ്, ഒരു പുസ്തകമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് വാസ് വൺ ബുക്ക് വിത്ത് 2 സെക്ഷൻ. ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭവും പ്രവൃത്തികൾ എന്ന് പറയുന്നത് അവസാനവും വരുന്ന നിലയിൽ ഒരു പുസ്തകമായിട്ടാണ്, ഒരു സ്ക്രോൾ, ആ നിലയിലാണ് നമ്മൾ ആദ്യകാലത്ത് ഈ പുസ്തകത്തെ കാണുന്നത്. എന്നാൽ പിന്നീട് സുവിശേഷങ്ങൾ 4 എന്ന നിലയിൽ അതിനെ തിരിച്ചപ്പോൾ ലൂക്കോസിൻ്റെ ആദ്യ ഭാഗം അവർ സുവിശേഷം എന്ന നിലയിൽ വേർതിരിക്കുകയും രണ്ടാമത്തെ ഭാഗത്തിന് അപ്പസ്തല പ്രവൃത്തികൾ എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് 2 പുസ്തകമായിട്ട് തീർന്നത്. ലൂക്കോസിൻ്റെ ലൂക്കോസിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് രണ്ടാമത്തെ പുസ്തകമാണ്. അത് ഒരേ വ്യക്തിക്ക് എഴുതിയ പുസ്തകം, 2 ഭാഗം. തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൂക്കോസ് ആണ് ഈ എഴുത്ത് എഴുതിയത് എന്നത് പുരാതന കാലം മുതൽ തന്നെ ദൈവമക്കൾ അതിനെക്കുറിച്ച് വിശ്വസിച്ചിരുന്ന കാര്യമാണ്. ചില ആളുകൾ പറയും പുസ്തകത്തിന് സ്വാധീനം ലഭിക്കുന്നതിനും സ്വീകരണം ലഭിക്കുന്നതിനുമായിട്ട് പ്രസിദ്ധരായ ചില ആളുകളുടെ പേര് അതിന് കൊടുക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിലർ പറയും. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പസ്തല പ്രവൃത്തികളും പ്രസിദ്ധമായി തീരുന്നതിന് വേണ്ടി ലൂക്കോസിൻ്റെ പേര് കൊടുത്തിട്ട് കാര്യമില്ല. ലൂക്കോസിനേക്കാളും പ്രസിദ്ധരായിരിക്കുന്ന ആളുകളുണ്ടല്ലോ. പത്രോസിൻ്റെ പേരും കൊടുത്താൽ എന്താ കുഴപ്പം? അപ്പം അതുകൊണ്ട് ലൂക്കോസിൻ്റെ പേര് ഈ സുവിശേഷത്തിനും അപ്പസ്തല പ്രവൃത്തിക്കും കൊടുക്കാനുള്ള കാരണം അത് ലൂക്കോസ് എഴുതിയത് കൊണ്ട് ആണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഈ പുസ്തകത്തിന് വരാൻ യാതൊരു സാധ്യതയുമില്ല. ലൂക്കോസിൻ്റെ എഴുത്തുകളെക്കുറിച്ച് റൈനോൾഡ് നീബം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ജർമ്മൻ പണ്ഡിതനുണ്ട്. അദ്ദേഹം വിശ്വാസിയൊന്നുമല്ല, ബൈബിള് ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. പക്ഷേ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ വെച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ സാഹിത്യ രൂപം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പസ്തല പ്രവൃത്തികളുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമുക്കറിയാം, ദൈവത്തിന് വചനമായിരിക്കുന്ന തിരുവെഴുത്തുകൾ ദൈവശ്വാസീയമായ ദൈവത്തിന് വചനമാണ്. ഇതിൻ്റെ ആത്യന്തികമായിരിക്കുന്ന എഴുത്തുകാരൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ആണ്. എന്നാൽ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്നത് ബൈബിളിൻ്റെ എഴുത്തുകാർക്ക് അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രാധാന്യം ഉണ്ട്. അവരുടേതായിരിക്കുന്ന ദെയർ സ്പെഷ്യൽ ഐഡൻറ്റിറ്റി ഈസ് റിവീൽഡ് ത്രൂ ദെയർ റൈറ്റിങ്സ്. എഴുത്തുകാരുടെ പ്രത്യേകതകൾ ആ എഴുത്തിലൂടെ വ്യക്തമാകത്തക്ക രീതിയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ചത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തും ലൂക്കോസിൻ്റെ എഴുത്തും വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റെ എഴുത്തിൻ്റെ ശൈലി നോക്കിയാൽ അത് വ്യത്യാസമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയ നിയമം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലാണല്ലോ പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. അതിലെ ഏറ്റവും മനോഹരമായ ഭാഷ ലൂക്കോസിൻ്റെ ഭാഷയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പസ്തല പ്രവൃത്തികളും കഴിഞ്ഞേ ഉള്ളൂ. ബാക്കിയുള്ള ഏത് ഭാഗത്തിൻ്റെയും ഭാഷ എന്ന് പറയുന്നതിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഭാഷ ലൂക്കോസിൻ്റെ ഭാഷയാണ്. അതിന് കാരണം ലൂക്കോസിൻ്റെ മാതൃഭാഷ ഗ്രീക്ക് ഭാഷയായിരുന്നു. അദ്ദേഹം ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ഒരു ജാതീയനായ മനുഷ്യനായിരുന്നു. ഹി വാസ് ദ ഓൺലി ജെൻറ്റൈൽ ഹു റോട്ട് എ ബുക്ക് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ ഒരു പുസ്തകം ഒന്നല്ല, ഈ പുസ്തകം എഴുതിയ ഏക ജാതീയൻ എന്ന് പറയുന്ന ആൾ ലൂക്കോസാണ്. ഹി ഈസ് ദ ഓൺലി ജെൻറ്റൈൽ ഹു റോട്ട് ഇൻ ദ ബൈബിൾ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള പ്രസ്താവനകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹത്തെക്കുറിച്ച് ഈ അപ്പസ്തല പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് 3 ഇടങ്ങളിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൊലോസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വൈദ്യനായ എൻ്റെ പ്രിയ
വൈദ്യനായ ലൂക്കോസ് എന്ന് അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ലൂക്കോസ് ഹി വാസ് എ മെഡിക്കൽ ഡോക്ടർ. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. വൈദ്യൻ എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെട്ടിരിക്കുന്നത്. ഹി ഈസ് എ ഡോക്ടർ, ഡിയർ ഡോക്ടർ. അവിടെ നമുക്കറിയാമല്ലോ, ഏത് കാലത്തും ഡോക്ടർമാർ സാധാരണ മനുഷ്യരെക്കാളും കൂടുതൽ ബുദ്ധിയുള്ള ആളുകളാണ്. അല്ലെങ്കിൽ അവർക്ക് ഡോക്ടർ പഠിക്കാൻ സാധിക്കുകയില്ല. ദേ ഹാവ് ഗോട്ട് ബെറ്റർ ബ്രെയിൻസ്. ദൈവം അവരെ ആ നിലയിൽ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മാനുഷികമായി പറയുമ്പോൾ ലൂക്ക് വാസ് എ വെരി സ്മാർട്ട് മാൻ. അദ്ദേഹം വളരെ ബുദ്ധിശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. മാത്രമല്ല, പൗലോസിൻ്റെ ലൂക്കോസിനെ കുറിച്ചുള്ള മറ്റ് പ്രസ്താവനകൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൗലോസിനോട് ചേർന്ന് സുവിശേഷ വേലയിൽ പങ്കെടുത്ത ഒരാളാണ് ലൂക്കോസ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ഹി വാസ് വൺ ഓഫ് ദി കോവർക്കേഴ്സ് വിത്ത് അപ്പോസ്റ്റൽ പോൾ. അപ്പോൾ അതുകൊണ്ട് ലൂക്കോസിൻ്റെ വേദശാസ്ത്രം, ലൂക്കോസിൻ്റെ ആശയങ്ങൾക്ക് പൗലോസിൻ്റെ വലിയ സ്വാധീനം ലൂക്കോസിൻ്റെ മേലുണ്ട്. കാരണം ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരു പ്രവർത്തകനായിരുന്നു. മാത്രമല്ല, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും 18-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ യാത്രാ വിവരണമാണ് ലൂക്കോസ് നൽകുന്നത്. അവിടെ പറയുമ്പോൾ ഞങ്ങൾ എന്ന പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഫിലിപ്പിയിലെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഒരു സ്ഥലം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേങ്കിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില സഹോദരിമാർ നദീതീരത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടിയത് ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം ലൂക്കോസ് നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ യാത്ര ചെയ്ത ഒരു സഹയാത്രികനായിരുന്നു അപ്പോസ്തലനായ ലൂക്കോസ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഹി വാസ് നോട്ട് ഓൺലി എ മെഡിക്കൽ ഡോക്ടർ, he had a worldwide exposure because he was a traveling missionary. He was a missionary doctor. അപ്പോൾ തനിക്ക് വളരെ വിശാലമായ ഒരു കാഴ്ച ലഭിക്കത്തക്ക രീതിയിൽ അന്നത്തെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത ഒരാളാണ് ലൂക്കോസ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ അഭിരുചിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ചരിത്രത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ പറയുന്നത് ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റായിരുന്നു എന്ന് ചിലർ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ആർട്ടിസ്റ്റാണോ ഇല്ലെന്ന് അറിയത്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹത്തിൻ്റെ കലാവൈഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹീ ഈസ് എൻ ആർട്ടിസ്റ്റ് വിത്ത് വേർഡ്സ്. വാക്കുകൾ ഉപയോഗിച്ച് അതിമനോഹരമായ നിലയിൽ ശില്പങ്ങൾ മെനയുവാൻ കഴിയുന്ന അഭൂതപൂർവമായിരിക്കുന്ന പ്രാവീണ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ലൂക്കോസ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മുടെ കഴിവുകളെയും ദൈവം തന്ന താലന്തുകളെയും ഒക്കെ വർദ്ധിപ്പിച്ച് അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദ റൈറ്റിങ്സ് ഓഫ് ലൂക്കോസിൻ്റെ എഴുത്ത് വളരെ മനോഹരമായ, ലോകത്തിൻ്റെ ചരിത്രത്തിലെ സാഹിത്യ രചനയിൽ നിസ്തുല്യമായ മൂല്യമുള്ള ഗ്രന്ഥങ്ങളാണ് ലൂക്കോസിൻ്റെ എഴുത്തുകൾ. അപ്പം നിങ്ങൾ ബൈബിളായിപ്പോയി അതുകൊണ്ട് ഇത് അങ്ങനെയൊന്നും വായിച്ച് വെറുതെ ബൈബിളില്ലയോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. യു റീഡ് ലൂക്കോസിൻ്റെ സുവിശേഷവും അതുപോലെ അപ്പോസ്തല പ്രവൃത്തികളും നിങ്ങൾ വായിച്ചാൽ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ചുമ്മാ നിങ്ങൾ ഓടിപ്പിടിച്ചൊന്നും വായിച്ചാലൊന്നും പറ്റിയില്ല. You will be surprised how beautifully Luke has presented his ideas. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തനിക്ക് നൽകിയ ആശയങ്ങളെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗം കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പറഞ്ഞേ അല്ലേ പ്രസംഗത്തിന് മുമ്പേ അങ്ങ് പറയാമെങ്കിൽ എളുപ്പമാണല്ലോ. അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ ഒരു ഇരിപ്പിലിരുന്ന് വായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു ഇരിപ്പിലിരുന്ന്, അപ്പം റീഡിങ് ദ ബുക്ക് ഇൻ വൺ സിറ്റിംഗ് എന്ന് പറയുന്നൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ. വെള്ളം കുടിക്കാനൊന്നും എഴുന്നേറ്റമൊന്നും എനിക്ക് പ്രയാസമില്ല. നിങ്ങൾ അങ്ങനെ
അടുത്ത ആഴ്ചയ്ക്ക് മുൻപ് അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പാരിതോഷികം തരുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ചോദിക്കും, ഒരു ഇരിപ്പിലിരുന്ന് 28 അധ്യായമുണ്ട്, ഏകദേശം 2.5 മണിക്കൂർ എടുക്കും ഈ പുസ്തകം വായിച്ചു തീർക്കാൻ. നിങ്ങൾ നല്ല വേഗത്തിൽ വായിക്കുന്ന ആളാണ് എങ്കിൽ 2 മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ വായിക്കുമായിരിക്കും. എങ്കിൽ ഒരു 2.5 മണിക്കൂറെങ്കിലും ഇല്ലാതെ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുകയില്ല. ഒരു ഇരിപ്പിരുന്ന് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ, അത്രയും അച്ചടക്കമുണ്ട്, ഭക്തിയുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളെ മാനിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാനൊരു പാരിതോഷികം തരുന്നതാണ്. നിങ്ങൾക്ക് അത്രയും കരുത്തില്ലെങ്കിലും അടുത്ത ആഴ്ച കൊണ്ടെങ്കിലും ഈ പുസ്തകം ഒന്ന് വായിക്കണം. ദിസ് ഈസ് ആൻ അമേസിങ് ബുക്ക്. അത്ഭുതകരമായൊരു പുസ്തകമാണ്. യു ജസ്റ്റ് റീഡ് ഇറ്റ്. ആൻഡ് നിങ്ങൾ ചുമ്മാ ബൈബിളിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ വായിക്കുന്നത് നമ്മുടെ ഒരു കടപ്പാടാണല്ലോ. ഭക്തിയുടെ ലക്ഷണമായിട്ട് നമ്മളെന്താ പറയുന്നത്? റീഡ് ദ ബൈബിൾ ആൻഡ് പ്രേ, അല്ലേ? പ്രാർത്ഥിക്കുകയും ചെയ്യണം, ബൈബിൾ വായിക്കുകയും ചെയ്യണം. അപ്പോൾ ബൈബിൾ വായിക്കുന്നത് ഒരു കടമയായി, ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ബൈബിളിൻ്റെ സൗന്ദര്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൗന്ദര്യം ആസ്വദിക്കത്തക്ക രീതിയിൽ എന്താ ഈ ലൂക്കോസ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അതിനെക്കുറിച്ച് ഡോക്ടർ എബ്രഹാം കുരുവിള എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ പറയുന്നത് പോലെ, ബൈബിളെന്ന് പറയാം, അല്ലെങ്കിൽ ബൈബിളിലെ എഴുത്തുകാർ, പുതിയ നിയമം എന്ന് പറയുന്നത് മനസ്സിൽ തോന്നിയ ചില ആശയങ്ങൾ, തമ്മിൽ ബന്ധമില്ലാത്ത ചില കാര്യങ്ങളെല്ലാം കൂടെ അങ്ങ് എഴുതി വച്ചിരിക്കുന്നതല്ല കേട്ടോ. ഹി ഹാസ് എ പർട്ടിക്കുലർ ഇൻറ്റൻഷൻ ഇൻ റൈറ്റിംഗ് വാട്ട് ഹി റൈറ്റ്സ്. താൻ എഴുതിയ ആശയങ്ങളെ എല്ലാം തമ്മിൽ ഘടിപ്പിക്കുന്ന, തമ്മിൽ സംയോജിപ്പിക്കുന്ന ഒരു രേഖ, അതിൽ ഒരു വളരെ വ്യക്തമെന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെയുള്ള ഒരു ഘടന ഈ പുസ്തകങ്ങൾക്കെല്ലാം ഉണ്ട്. ദർ ഈസ് എ തീം, ദർ ഈസ് എൻ ആർഗ്യുമെൻറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബുക്ക്. ആ പുസ്തകത്തിന് അതിൻ്റേതായ ഒരു ആശയം, അതിൻ്റെ ഒരു ലക്ഷ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഒരു സ്ഥലത്ത് പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഏകദേശം 35 വർഷത്തെ ചരിത്രം കേട്ടോ. ഏകദേശം 35 വർഷത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞിരിക്കുന്നത്. ഈ 35 വർഷം സംഭവിച്ച എല്ലാ കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെന്നുള്ള പ്രശ്നം യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിക്കും? അങ്ങനെ എഴുതിയ പുസ്തകം ഈ ലോകത്തിൽ തന്നെ ഒതുങ്ങൂല എന്ന്. ഇതെല്ലാ ദിവസവും 35 വർഷം ഓരോ ദിവസവും സഭകളിൽ നടന്നതായ എല്ലാ കാര്യവും എഴുതി നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ, എൻ്റെ പൊന്നെ അതുപോലെ എഴുതി പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഹീ സെലക്റ്റഡ്. വളരെ ലൂക്കോസിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച്, ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, അനേകം ആളുകൾ ചരിത്രം ചമയ്ക്കുവാൻ തുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു ചരിത്രം ചമയ്ക്കുന്നത് ഉചിതമാണ് എന്ന് എനിക്കും തോന്നി. പക്ഷേ ആ ചരിത്രം ഞാൻ ചമച്ചപ്പോൾ 2 കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നീ കേട്ട കാര്യത്തെ സംബന്ധിച്ച് നിശ്ചയം ഉണ്ടാകേണ്ടതിന് ഞാൻ സകലതും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹീ ഈസ് എ വെരി കെയർഫുൾ റിസർച്ചർ. വളരെ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങളെ വീക്ഷിച്ച് അവയുടെ നിജസ്ഥിതി മനസ്സിലാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്ന എഴുത്താണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ബൈബിളിൽ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഹീസ് എ ഹിസ്റ്റോറിയൻ. അതുപോലെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ പരിശോധിച്ച് റിസർച്ച് ചെയ്ത് വായി തോന്നിയത് എഴുതിയ ആളല്ല കേട്ടോ. അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടുകൂടെ കാര്യങ്ങളെ പരിശോധിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം താൻ ഉൾപ്പെടുത്തിയെങ്കിൽ നമുക്കതിനോട് ചേർന്ന് ചോദിക്കാനുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി എന്ന് മാത്രം ചോദിച്ചാൽ പോരാ. എന്തെല്ലാം കാര്യം ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട്? അപ്പം എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി ഒന്നും കിട്ടുകയില്ല കേട്ടോ. എന്നാൽ ആ സംഭവങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇദ്ദേഹം ഘടിപ്പിച്ചിരിക്കുന്നത്, ഈ കാര്യം പറയാൻ എന്തായിരിക്കാം അതിൻ്റെ കാരണം എന്നൊക്കെ ചിന്തിച്ചാൽ ഈ പുസ്തകം വളരെ മനോഹരമായ പുസ്തകമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഞാനിന്നലെ പുസ്തകം പുറത്തൊന്ന് വായിച്ചു കേട്ടോ. കംപ്ലീറ്റ് അങ്ങ് വായിക്കാൻ പറ്റിയില്ല. നേരത്തെ ഒന്ന് ഞാൻ കംപ്ലീറ്റ് വായിച്ചായിരുന്നു. ഞാൻ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് 10 അധ്യായങ്ങൾ വായിച്ചു. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ പാരിതോഷികം കിട്ടത്തില്ല. അപ്പം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ്,
ഞാൻ മുൻപോട്ട് പോകാം. അദ്ദേഹം അത് കാണുന്നത് വെച്ചാൽ എത്ര രസമായിട്ടെന്നറിയാമോ ലൂക്കോസ് കാര്യങ്ങൾ പറയുന്നത്. ഇറ്റ്സ് എ റണ്ണിങ് കമൻ്ററി. അതായത് സംഭവങ്ങൾ ഇങ്ങനെ നടന്നു എന്നുള്ളത് ആ നിലയിലല്ല, സംഭവത്തിൽ പങ്കാളികളായിത്തീർന്ന ഈ ആളുകളുടെ വാക്കുകളിലൂടെയാണ്, അവരുടെ അനുഭവത്തിലൂടെയാണ്, അവർ തന്നെയാണ് ഈ ചരിത്രം നമ്മളോട് പറയുന്നത്. അല്ലാതെ ഞാനിത് കണ്ടു കേട്ടു എന്ന് പറഞ്ഞല്ല അദ്ദേഹം പറയുന്നത്. ഹി ഇൻവോൾവ്സ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദി ഇൻസിഡൻറ്റ് ആൻഡ് ദേ ആർ സ്പീക്കിംഗ്. അവരാണ് സംസാരിക്കുന്നത്. വളരെ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ലൂക്കോസ് അതീവ പ്രാഗൽഭ്യമുള്ള വളരെയധികം സാഹിത്യ മൂല്യമുള്ള, അപ്പം റെയ്നോൾഡ് നീവർ എന്ന് പറയുന്ന ആൾ മോശക്കാരനല്ല കേട്ടോ. അദ്ദേഹം പുരാതന ലോകത്തെ ചരിത്രത്തെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും അപാര പാണ്ഡിത്യമുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, പ്രോബബ്ലി ദിസ് ഈസ് ദ ബെസ്റ്റ് വർക്ക് ദാറ്റ് എനി വൺ ക്യാൻ ഫൈൻഡ്. ആധുനിക ലോകത്തെ കൂടെ ഉൾപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത്, ദിസ് ഇസ് ദ ബെസ്റ്റ് ബുക്ക് ദാറ്റ് ഈസ് എവർ റിട്ടൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പസ്തല പ്രവൃത്തികളുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഏതായാലും ശരി, വളരെ മനോഹരമായ പുസ്തകമാണ്. നിങ്ങളിത് വായിക്കണം. ഇതിൻ്റെ മനോഹരത നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളത് ആസ്വദിക്കണം എന്നുള്ളതാണ് ഒരാപ്ലിക്കേഷനായിട്ട് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശരി, അപ്പോൾ അതാണ് ലൂക്കോസാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്നത് ലൂക്കോസാണ്. അത് തൻ്റെ രണ്ടാമത്തെ ചരിത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാർക്കാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തിയോഫിലോസ് ആരാണ് എന്ന കാര്യവും നമുക്കറിയത്തില്ല. തിയോഫിലോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവനെന്നാണ്. തിയോഫിലോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ചിലർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി എഴുതിയതാണ്. കാരണം പ്രധാനമായും അതിൻ്റെ കാരണമായി പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തിയോഫിലോസിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? മോസ്റ്റ് എക്സലൻറ്റ് തിയോഫിലോസ് എന്നാണ്, അല്ലെങ്കിൽ ശ്രീമാനായ എന്നാണ് മലയാള പരിഭാഷ. ശ്രീമാനായ തിയോഫിലോസ് എന്ന് പറഞ്ഞാൽ തിയോഫിലോസ് റോമ ഗവൺമെൻറ്റിൽ ഉന്നതമായിരിക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാനമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. കാരണം ആ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഷോയിങ് ദാറ്റ് ഹി വാസ് എ വെരി പ്രോമിനൻറ്റ് പേഴ്സൺ ഇൻ ദ റോമൻ ഗവൺമെൻറ്. റോമ ഗവൺമെൻറ്റിൽ പ്രമുഖമായിരിക്കുന്ന ഒരു ജോലിയുള്ള ആളായിരുന്നു തിയോഫിലോസ്. ലൂക്കോസിന് സുവിശേഷം എഴുതുന്ന സമയത്ത് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തെ ഗൗരവമായി പരിഗണിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കണം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു വിശ്വാസിയായി തീർന്നു എന്ന് വിചാരിക്കാൻ ന്യായമുണ്ട്. കാരണം അദ്ദേഹത്തെ ശ്രീമാനായ തിയോഫിലോസ് എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വിളിച്ചതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിനെ എങ്ങനെയാണ് വിളിച്ചത്? തിയോഫിലോസ് എന്നാണ് വിളിച്ചത്. അതിൻ്റെ കാര്യം എന്താ? അത് പറഞ്ഞത് വിശ്വാസികളായി കഴിഞ്ഞാൽ പിന്നെ പൊങ്ങച്ചത്തിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മളൊക്കെ സഹോദരന്മാരല്ലേ, ഡോക്ടർ അല്ലേ, വെരി വെരി റവറൻറ്റ്, അങ്ങനെയൊന്നും ഇല്ലെന്നേ, സഹോദരന്മാർ തന്നെയും. അവിടെ ലൂക്കോസ് പറയും, ശ്രീമാനായ തിയോഫിലോസേ എന്നാണ് ആദ്യത്തെ വിളി. വിശ്വാസിയായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു തിയോഫിലോസേ. വിശ്വാസികളായി കഴിയുമ്പോഴുള്ള ആ രമ്യത, ആ സൗഹൃദം, അതിൻ്റെ ഒരു സൂചനയായിരിക്കാം. ഞാനങ്ങ് 100% അങ്ങനെ അങ്ങ് പറയുകയല്ല, കാരണം അതായിരിക്കും അതിൻ്റെ സാധ്യത എന്ന് ഞാനങ്ങ് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയാം, വലിയ പൊങ്ങച്ചമൊന്നും വിശ്വാസികളുടെ നടുവിൽ നമുക്ക് ആവശ്യമില്ല. നമ്മളൊക്കെ ദൈവം തന്ന കൃപകളൊക്കെ നമുക്ക് വ്യത്യാസമാണ് എങ്കിലും ദൈവത്തിൻ്റെ മുമ്പ് നമ്മളെല്ലാവരും തുല്യരല്ലേ. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരാണ് നമ്മൾ. തിയോഫിലോസും ലൂക്കോസും പൗലോസ്, സഹോദരനായ പൗലോസ് എന്നാ പറയുന്നത്, സഹോദരനായിരിക്കുന്ന പത്രോസ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴല്ലയോ എന്തൊക്കെ കാര്യം. യോഹാൻ പ്രഥമൻ, എന്താ പരിപാടിയാണ്? കാറിടിച്ച് മരിച്ച യോഹാൻ പ്രഥമൻ. എൻ്റെ പൊന്നെ, എന്തൊക്കെ പരിപാടികളാണ്. എന്നാൽ വിശ്വാസികളുടെ മധ്യത്തിൽ അങ്ങനെയുള്ളൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നമ്മളൊക്കെ സഹോദരന്മാരാണ്. അപ്പോൾ തിയോഫിലോസ് എന്ന് പറയുന്ന ഒരാളിനാണ് ഇത് എഴുതിയത്. അദ്ദേഹമായിരിക്കാം ഈ ലൂക്കോസിൻ്റെ ഈ സുവിശേഷം എഴുതുന്നതിന് ഉള്ള ചെലവ്. അയ്യോ, അന്ന് പണ്ട് കാലത്ത് ഒരു പുസ്തകം എഴുതാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാകും കേട്ടോ. അന്ന് അതിനുള്ളതായിരിക്കുന്ന തുകലും അതിനുള്ള പരിപാടികളും എല്ലാം ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ
അതൊരു പണിയാണ്. അപ്പോൾ അതിന് കാശുള്ള ആരെങ്കിലും വേണം. പ്രോബബ്ലി തിയോഫിലോസ് വാസ് ദ പേഴ്സൺ ഹു ആക്ച്വലി സപ്പോർട്ടഡ് ലൂക്ക് ഇൻ റൈറ്റിംഗ്. അതിനുള്ളതായിരിക്കുന്ന സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തത് ഒരു പക്ഷേ തിയോഫിലോസ് ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏതായാലും ശരി, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിമനോഹരമായ പുസ്തകമാണ്. അത് ലൂക്കോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവവേദലായി തീർന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതുന്നത് എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. ഒരു കാര്യം കൂടെ ഞാൻ മുഖവുരയായിട്ട് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ യഥാർത്ഥ മുഖവുരയിലേക്ക് ഞാൻ വരാം. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകം ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ബുക്ക്. ആളുകളൊക്കെ കിടന്നും അറിയുന്നൊരു പുസ്തകം ഇത്. എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണെന്നറിയാമോ ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ളത്. എന്നാൽ വ്യാഖ്യാനത്തിന് അത്ര എളുപ്പമുള്ള പുസ്തകമല്ല കേട്ടോ. ഇത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിന് വ്യാഖ്യാനം എളുപ്പമല്ല. നമ്മുടെ സഹോദരന്മാർ പോലും ഈ പുസ്തകത്തെ അതിൻ്റെ ഗൗരവത്തിൽ അതിൻ്റെ പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിനെ പരിഗണിച്ചുവോ എന്ന ഒരു സംശയം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അന്യായമൊന്നും പറയാതെ സത്യസന്ധമായി ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ അതിനുള്ള വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നതും എനിക്ക് വളരെ സന്തോഷമാണ്. ഏതായാലും ശരി, നമുക്ക് ഒരുമിച്ച് ഈ പുസ്തകം നമുക്ക് സത്യസന്ധമായി പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോസ്തല പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയണം. അപ്പോസ്തല പ്രവൃത്തികളെന്ന് പറയുന്നത് ഒരു ചരിത്ര പുസ്തകം അല്ലെ ഒരു വിവരണ പുസ്തകം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നറേറ്റീവ്. അപ്പോസ്തല പ്രവൃത്തികളെന്ന് പറയുന്നത് ലേഖനമല്ല. ഇറ്റ് ഇസ് നോട്ട് എൻ എപ്പിസൽ. എപ്പിസലും വിവരണ പുസ്തകം നമ്മൾ വ്യത്യാസം എന്താ? എഴുത്തുകൾ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടതെന്നുള്ള കാര്യം നേരെ ചൊവ്വേ അങ്ങ് പറഞ്ഞിരിക്കുന്ന സാഹിത്യ രൂപമാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ദേ ആർ വെരി ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഉപദേശങ്ങൾ സ്ഥാപിക്കുന്നതിന് നമുക്ക് ആധാരമായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലേഖനങ്ങളാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗ്രാമറും അതിൻ്റെ പരിപാടികളും അതിൻ്റെ സന്ദർഭവും എല്ലാം കൂടെ നോക്കി നമുക്ക് വളരെ കൃത്യമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൽ വ്യാഖ്യാനത്തിന് ഒരുപാട് ബുദ്ധിമുട്ട്, അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും വ്യാഖ്യാനത്തിന് എളുപ്പമാണ് ലേഖനങ്ങളെന്ന് പറയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ എപ്പിസൽ. ഇറ്റ് ഈസ് ആക്ച്വലി എ നറേറ്റീവ്. അത് ചരിത്രമാണ്. ചരിത്രം മാത്രമല്ല, വേദശാസ്ത്രം നമ്മെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ആ ഒരു അജണ്ട മനസ്സിൽ കണ്ടുകൊണ്ട് ഇറ്റ്സ് എ തിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഏർലി ചർച്ച്. ആദ്യകാല സഭയുടെ വേദശാസ്ത്രപരമായ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്ന ഉടനെ ഏതാണ് ചരിത്രം, ഏതാണ് നമുക്ക് ബാധകമായി എഴുത്തുകാരൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് എല്ലായ്പ്പോഴും എളുപ്പമല്ല. അപ്പം പെന്തക്കോസുകാരാണെങ്കിൽ നിങ്ങൾ നഗരത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പെന്തക്കോസുകാർക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ. കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അതിനുള്ള വാക്യം ഏതാണ്? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ അത് ഒരു ചരിത്ര പ്രസ്താവനയാണോ അതോ ഒരു കൽപ്പനയാണോ? അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പലപ്പോഴും പോത്ത് പ്രസവിച്ചു എന്ന് പറയുന്ന ഉടനെ നമുക്ക് കയറെടുക്കാൻ പറ്റത്തില്ല. അത് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ ഏത് ഉദ്ദേശ്യത്തോടു കൂടെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ അതിനെ സത്യസന്ധമായിട്ട് വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ളൂ. ഞാനിനി 4ാമത്തെ വാക്യം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്യം അത് യഥാർത്ഥത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ടെക്നിക്കൽ പ്രസ്താവനയും കൂടെ ഞാനങ്ങ് പറയാം. അപ്പോൾ പറയുമ്പോൾ പറയും, ഈസ് ഇറ്റ് ചോദിക്കുന്ന 2 വാക്കുകളുണ്ടല്ലോ, ഈസ് ഇറ്റ് എൻ എക്സ്പ്ലനേഷൻ ഓർ ഈസ് ഇറ്റ് നമുക്ക് ബാധകമായിരിക്കുന്ന കാര്യമാണോ അതോ അത് വിശദീകരണമാണോ? ഡിസ്ക്രിപ്റ്റീവ്
ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള കാര്യമാണോ, അതോ അത് നമുക്ക് ബാധകമായി ഇൻസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യമാണോ? ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്, അതാണ് വാക്ക്. ശരി, അത് പ്രിസ്ക്രിപ്റ്റീവാണോ ഡിസ്ക്രിപ്റ്റീവാണോ എന്നുള്ളത് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു ജോലിയാണ്. നമുക്ക് ഒരുമിച്ച് അത് ചെയ്യണം. ഞാനത് ഡിസ്ക്രിപ്റ്റീവാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെതിരെ വാദിക്കാം, അല്ല പ്രിസ്ക്രിപ്റ്റീവാണ് എന്ന് പറയാം. അപ്പം ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ അതിനുള്ള കാരണം പറയണം, അല്ല ചുമ്മാ അത് ഞാൻ സമ്മതിക്കത്തില്ല. അവർ നമുക്ക് ഈ പുസ്തകത്തിൽ കൂടെ നമുക്കൊരു യുദ്ധം, നമുക്കിത് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നമുക്ക് ഒരുമിച്ച് നടത്താം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വരില്ലല്ലോ, ഒരു കാര്യം പറയണം. അപ്പം അപ്പോസ്തല പ്രവൃത്തികൾ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇത് എങ്ങനെയാണ് ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തിയെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വളരെ ലളിതമായിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആദ്യത്തെ 12 അധ്യായങ്ങൾ പ്രധാനമായും അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളാണ്. 13 മുതൽ 28 വരെ പൗലോസ്. അപ്പം അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം എന്ന് പൊതുവെ ആൾക്കാർ അതിനെക്കുറിച്ച് പറയും. ഫസ്റ്റ് 12 chapters is Peter and 13 to the rest of the book is Paul. എളുപ്പമുള്ളൊരു വേർതിരിവാണ് എങ്കിലും എല്ലാ വിശദാംശങ്ങളെയും നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കുമ്പോൾ പത്രോസിനെ കുറിച്ചാണെങ്കിൽ പിന്നെ ഫിലിപ്പോസിനെ കുറിച്ചും സ്തേഫാനോസിനെ കുറിച്ചും സ്തേഫാനോസിൻ്റെ പ്രസംഗവും ഒക്കെ എന്താ, അതിൻ്റെ സ്ഥാനം എന്താ അല്ലേ? അപ്പോൾ അങ്ങനെ അത്രയും പെട്ടെന്ന് അങ്ങ് വിവരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം പിന്നെ വേറെ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു വേർതിരിവ്, ഒരു പക്ഷേ ലളിതമായ വേർതിരിവ് എന്ന് പറയുന്നത് 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും ശമരിയിലും യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും എങ്ങനെയാണ് സുവിശേഷം ലോകത്തിൻ്റെ അറ്റം വരെ എത്തിയത് എന്നതിനെക്കുറിച്ചാണ് ലൂക്കോസ് പറയുന്നത്. ആദ്യത്തെ 6 അധ്യായങ്ങൾ യെരുശലേം യഹൂദിയ, പിന്നീട് 8ാമത്തെ അധ്യായം വിശേഷാൽ ശമരിയ, പിന്നീട് 10ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ജാതികൾ. അപ്പം അതിനുശേഷമുള്ളത് 10 മുതൽ അവസാനം വരെ ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ അങ്ങനെ 3ആയിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളെ തിരിക്കാമെന്ന് പറയും. അതും ഒരു നിലയിൽ സ്വീകാര്യമായിരിക്കുന്ന വിശദീകരണമാണ്. അതിലും കവിഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. അത് ഞാൻ തുടർന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, കാരണം അല്ലെങ്കിൽ മുഖവുര ഒരുപാട് നീണ്ടുപോകുമല്ലോ. ശരി, നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വരാം. വാക്യത്തിൽ ലൂക്കോസ് നമ്മളോട് പറയുന്ന കാര്യം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. 3 കാര്യങ്ങളാണ് ഞാനിതിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം അതേതാണ്? ഒന്നാമത്തെ ചരിത്രം ലൂക്കോസിന് സുവിശേഷം. ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി താൻ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ. അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഏതാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നതാണ് ലൂക്കോസിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് പറയാൻ കഴിയുന്ന പ്രസ്താവനയാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. വേർഡ്സ് ആൻഡ് വർക്ക്സ് ഓഫ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതാണ് വാട്ട് ജീസസ് സെഡ് ആൻഡ് വാട്ട് ജീസസ് ഡിഡ്. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ, ചെയ്ത എല്ലാ കാര്യവും ഇല്ല, പിന്നെയോ പറഞ്ഞ എല്ലാ കാര്യവും ഇല്ല, എന്നാൽ പ്രധാനമായും കർത്താവായ യേശു ക്രിസ്തു ചെയ്തതും
പറഞ്ഞതുമായ കാര്യങ്ങളാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയല്ലേ അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഉപദേശിച്ചും തുടങ്ങിയ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. വാട്ട് ഹി ബിഗാൻ ടു ഡു. തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് തീർത്തത്? തുടങ്ങിയ കാര്യത്തെക്കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതുവരെ കർത്താവ് തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യം എവിടെയാ? ബാക്കി കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി. ലൂക്കോസിൻ്റെ സുവിശേഷം എന്നത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ആ സമയം വരെ താൻ ചെയ്തതും പറഞ്ഞതുമായ കാര്യമാണ് എങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ ആണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ചെയ്തതും പറഞ്ഞതുമായ കാര്യം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ നേരിട്ടാണ് പറഞ്ഞത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവ് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ താൻ തിരഞ്ഞെടുത്ത തൻ്റെ അപ്പസ്തലന്മാർ മുഖാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർ മുഖാന്തരം ചെയ്തതായ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ചെയ്ത കാര്യമാണ്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ പോയിൻ്റ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ പ്രവൃത്തിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരാണ് ചെയ്തത്, അവരിൽ കൂടെയാണ് ദൈവം പ്രവർത്തിച്ചതെന്നുള്ള കാര്യം ശരിയാണ്. എങ്കിലും അത് യേശുക്രിസ്തുവിൻ്റെ തന്നെ പ്രവൃത്തിയാണ്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, വാട്ട് ഈസ് ദ യുണീക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി? ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. വ്യക്തിപരമായ നിലയിലും സഭയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യം വരണം. അതാണ് ദൈവിക പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാ സഭയുടെ പണി എന്തുവാ? ആരാ ചെയ്യേണ്ടേ? സഭയുടെ പണി എന്തുവാ? നമ്മൾ രാവിലെ കൂടും, പാട്ടൊക്കെ പാടും, സങ്കീർത്തനമൊക്കെ പറയും, പ്രാർത്ഥിക്കും, പ്രസംഗിക്കും, വീട്ടിൽ പോകും. ഇതാരാ ചെയ്യുന്നേ? ഞങ്ങളെല്ലാം കൂടിയേ ചെയ്യും. അയ്യോ, അത് പോരല്ലോ. കർത്താവായ യേശു ക്രിസ്തുവാണ് ചെയ്യുന്നതെന്നാണല്ലോ പറഞ്ഞത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മളുടെ പ്രവൃത്തികളാണ് എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ പ്രവൃത്തികൾ വിജയിക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം അത് നമ്മിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളാകുമ്പോഴാണ് അത് വിജയിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ രക്ഷയുടെ ഉറപ്പെന്താണ്? നമ്മൾ ഇനി കർത്താവിനെ അനുസരിച്ച് ചാകുന്നത് വരെ ജീവിക്കും, പിന്നെ അവസാനം നമ്മൾ സ്വർഗത്തിൽ പോകും. അല്ലെന്നേ, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീഴാതെ വണ്ണം തന്നെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി നിൽക്കുവാൻ കഴിയും വിധം നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നതാണ്. ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വേല കൊണ്ടും പ്രവർത്തനം കൊണ്ടും യാതൊരു കാര്യമില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന, തിരികെ പ്രാപിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സഹായം നമുക്ക് സഹായകരമാണ്, പക്ഷേ വേണമെന്ന് നിർബന്ധമില്ല എന്ന്. അത് ചക്സിൻ്റെ ആളെന്ന് പറഞ്ഞ ആൾ പറഞ്ഞ പ്രസ്താവനയാണ്. ഗോഡ്സ് ഹെൽപ്പ് ഈസ് ഹെൽപ്ഫുൾ ബട്ട് നോട്ട് നെസസറി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ചോദിക്കാം, നമ്മളുടെ ഭാവി പ്രതീക്ഷയും പ്രത്യാശയും എന്താ? വാട്ട് ഈസ് ദ കോൺഫിഡൻസ് ഓഫ് അവർ മിനിസ്ട്രി? നമ്മളുടെ വേലയുടെ ധൈര്യം എന്താണ്? സ്വർഗത്തിലെ ദൈവം തൻ്റെ വേല നിവർത്തിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അവൻ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അക്ഷരികമായ രീതിയിൽ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ എങ്ങനെ ചെയ്തുവോ,
ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മിലൂടെ ദൈവം അത് ചെയ്യും, ദൈവം പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെയും ദൈവവേലയുടെയും ധൈര്യം. അത് തന്നെയാണ്. ദൈവത്തെ മാറ്റി നിർത്തി, ദൈവത്തെ കൂടാതെ, ദൈവിക നിയന്ത്രണമില്ലാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുവാനുള്ള സാധ്യത നമുക്കുണ്ട്. സുവിശേഷ വേലയുടെ ധൈര്യം എന്താ? സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കും, ദൈവം തൻ്റെ വേല ചെയ്യും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറക്കും, ദൈവം മനുഷ്യരെ രക്ഷിക്കും, ദൈവം പ്രവർത്തിക്കും. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ആ ധൈര്യമില്ലാതുള്ള പരിപാടികളൊക്കെ അത് മാനുഷികമായിരിക്കുന്ന ക്രമീകരണങ്ങളാണ്. ഇന്ന് ലോകത്തിലുള്ള ഏത് ക്രിസ്തീയ സമൂഹങ്ങളിലാണ് ദൈവം പ്രവർത്തിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ, കർത്താവേ നീ ഞങ്ങളോട് കരുണ ചെയ്യണം, നീ പ്രവർത്തിക്കണം, നീ മനുഷ്യരെ വ്യതിയാനപ്പെടുത്തണം, ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ എവിടെയാ? ഉണ്ടോ? ആഗ്രഹമുണ്ടോ നമുക്കിങ്ങനെ ജീവിച്ചു പോകാമെന്ന്? ആർ യു ഡെസ്പറേറ്റ്? ആർ യു ഡെസ്പറേറ്റ് ദാറ്റ് ഗോഡ് ഷുഡ് വർക്ക് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണം, ഇടപെടണം എന്നുള്ളതായിരിക്കുന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടോ? അതോ നമ്മളിങ്ങനെ ജീവിക്കുമെന്നേ? ഞാൻ ഈ ദിവസങ്ങളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ്. that I might be a place where God is working. ദൈവം പ്രവർത്തിക്കുന്ന, ദൈവം രൂപാന്തരപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രംഗമായിരിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. There is a supernatural dimension in our life. ദൈവം എന്ന് പറയുന്ന വിശ്വാസവും നമ്മുടെ ചില ആശയങ്ങളും മാത്രമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിന് യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവമാണ്, നമ്മെ സഹായിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ അനുഭവം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ന്യൂമറ്റോളജി എന്ന് പറഞ്ഞ ഒരു വേദശാസ്ത്രത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, അതാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ പൊന്നെ, പരിശുദ്ധാത്മാവ് പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഉപദേശമാണ് പലരെ സംബന്ധിച്ചും. നമ്മെ സംബന്ധിച്ച് അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയും നമ്മളെ ജീവിതങ്ങളെ നിയന്ത്രിക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ അനുഭവവും ആ പ്രത്യേകതയും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ദൈവ മനുഷ്യരെക്കുറിച്ച് എന്താ പറയുന്നത്? അവർ ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? ഐ വാക്കിംഗ് വിത്ത് ഗോഡ്. ദൈവം എന്നോട് സംസാരിക്കുന്നു, ദൈവത്തെ എനിക്കറിയാം, ദൈവത്തെ ഐ ക്യാൻ ഫീൽ ഹിം. ആ ഫീലിംഗ് അല്ല അടിസ്ഥാനം എന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷെങ്കിൽ യാതൊരു ഫീലിംഗും ഇല്ല. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവികമായിരിക്കുന്ന ആ ഒരു പ്രത്യേകമായ ഒരു റിലേഷൻഷിപ്പ്, അതിലുള്ളതായിരിക്കുന്ന ധൈര്യം നമുക്ക് ആവശ്യമാണ്. അതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയൊന്നും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കണം. ബട്ട് ഈസ് ദെയർ സംതിങ് which is special in your life that you know that there is God? ദൈവമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആരാ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പ്രവർത്തനം ആരാ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. യേശുക്രിസ്തു തന്നെയാണ് സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് അവൻ ഉയർത്തപ്പെട്ടു. സ്വർഗസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവാണ് അപ്പോസ്തല പ്രവൃത്തികളിലെ പ്രവർത്തനം നടത്തുന്നത്. അതാണ് താൻ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ആരംഭിച്ച കാര്യം എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? പറഞ്ഞ് നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി തുടങ്ങിയതിൻ്റെ തുടർച്ചയാണ് കേട്ടോ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം കൂടെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഞങ്ങൾ എല്ലാവർക്കും വന്ദനം പറയുന്നു, നിങ്ങൾക്കും പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പേരിൽ സമാധാനം ഉണ്ടാകട്ടെ. ഉണ്ടോ? ഒന്നുമില്ല. അതൊക്കെ അങ്ങ് തീരുക എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി ഒരർത്ഥത്തിൽ അവസാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി ഒരർത്ഥത്തിൽ അവസാനിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു തുടങ്ങിയ പരിപാടി കർത്താവ് അവസാനിപ്പിച്ചിട്ടില്ല. ആക്ട്സ് 29 28 ഉള്ളൂ.
നമ്മൾ ഏതാണെന്നറിയുമോ? വി ആർ ആക്ട്സ് 29. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 29, 30, 31 ദൈവം ചെയ്തു തുടങ്ങിയ പരിപാടിയുടെ തുടർച്ചയാണ്. ആ നിലയിൽ നാം ആയിത്തീരുമ്പോഴാണ് ദൈവത്തിൻ്റെ വേലയായി നമ്മെക്കുറിച്ച് തന്നെ പറയാൻ സാധിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല കേട്ടോ ദൈവം പ്രവർത്തിച്ചത്. 21-ാം നൂറ്റാണ്ടിലും ദൈവിക പ്രവർത്തനത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. പൗലോസിനും പത്രോസിനും ഉണ്ടായ നിലയിലായിരിക്കില്ല, അത് ശരിയാ. എന്നാൽ നമുക്കുമില്ലേ കർത്താവ്, നമുക്കുമില്ലേ പരിശുദ്ധാത്മാവ്, നമുക്കുമില്ലേ ദൈവത്തിൻ്റെ നിയന്ത്രണം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഇടപാട്, അത് നമുക്കുമില്ലേ? ഉണ്ടെന്നേ, നമുക്കുണ്ട്. നമുക്കതൊക്കെ അനുഭവിക്കണ്ടേ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫെയ്ത്ത് അലോൺ, ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ടു. വിശ്വാസമാണ് നമ്മളുടെ അടിസ്ഥാനം എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവത്തെ രുചിച്ചറിയുന്ന, ദൈവത്തെ അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുന്ന ആ അനുഭവം നമുക്കുണ്ടാകണം. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് പറയുന്ന കാര്യമാണ് കേട്ടോ. അതെത്ര എക്സൈറ്റിംഗ് എന്നറിയാം. ഇറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. വി വാണ്ട് ടു ഹാവ് എ ടച്ച് ഓഫ് ഗോഡ്. വി വാണ്ട് ടു എക്സ്പീരിയൻസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. വി വാണ്ട് ടു ബി ഡയറക്റ്റഡ് ബൈ ഹിം. വി വാണ്ട് ടു നോ ദാറ്റ് ഗോഡ് ഈസ് ഇൻ അവർ മിഡ്സ്റ്റ്. ദൈവം നമ്മളുടെ മധ്യത്തിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കണം. അത് നമ്മളുടെ അത്യധികമായ ആവശ്യമാണ്. ദൈവം ഈ പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് സുല്ലിട്ട് ഇത് അവസാനിപ്പിക്കാം, നമുക്ക് കടയടയ്ക്കാം, വീട്ടിൽ പോകാം. ദൈവമില്ലാത്ത പരിപാടിക്ക് സമയം മെനക്കെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവം പ്രവർത്തിക്കുന്നതിന് അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മോശയോട് ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനായിട്ട് മോശ പോകണമെന്ന് പറഞ്ഞ പ്രസ്താവന വളരെ രസമാണ്. 7-ാമത്തെ അധ്യായത്തിൽ സ്തേഫാനോസ് അത് പറയുന്നുണ്ട്. മോശയോട് എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടു, അതുകൊണ്ട് ആകയാൽ നീ പോകുക എന്നല്ല കേട്ടോ, ആകയാൽ നീ വരിക എന്ന് പറഞ്ഞു. ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. യെസ്, ഡിസൈഡഡ് ടു സേവ് ദം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ രക്ഷാപരിപാടി അതിന് മുഖാന്തരമായി തീരുവാനായിട്ടാണ് മോശയെ ദൈവം വിളിക്കുന്നത്. മോശയ്ക്ക് ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ പറ്റില്ല. അദ്ദേഹം മിസ്രൈമിൽ നിന്ന് ഓടിയ, നമ്മുടെ നാട്ടുകാർ പറയുമല്ലോ, ഓടിയ സ്ഥലത്ത് പുല്ല് കിളിക്കൂലെന്ന്. അത്രയ്ക്ക് പേടിച്ചോടിയ മനുഷ്യനാണ് മോശ. ഓടിയ സ്ഥലത്ത് പുല്ല് കിളിക്കാത്ത വിധം അത്രമാത്രം പേടിച്ചു പോയ മനുഷ്യനാണ്. ആ മോശയോടാണ് പറഞ്ഞത്, ആകയാൽ വരിക, എൻ്റെ ജനത്തിന് നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരെ രക്ഷിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ആകയാൽ നീ വരിക എന്ന് പറഞ്ഞു. അത് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. പോകുക എന്നല്ല കേട്ടോ, പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയാ. വരിക എന്നാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, അതിനായിട്ടാണ് ദൈവം വിളിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പ്രസ്താവന കേട്ടോ. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വന്നപ്പോൾ എങ്കിലും ദൈവത്തിൻ്റെ വചനം വികസിച്ചു. ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ. ഈ പറയുന്ന പരിപാടികൾക്കൊന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വികസനത്തെ തടയുവാൻ കഴിയുകയില്ല എന്നാണ് ലൂക്കോസ് നമ്മളോട് പറയുന്നത്. യു കം വിത്ത് ഗോഡ്, കം വിത്ത് ജീസസ്, ഹി ഈസ് ഗോയിങ് ടു വിൻ. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, കർത്താവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതങ്ങൾക്കൂടെ നടക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരം നമുക്ക് കാണണം. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചെയ്ത് തുടങ്ങിയ കാര്യം, അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ തുടർച്ചയെന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തിയാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 28-ാമത്തെ അധ്യായം കൊണ്ട് അവസാനിച്ചിട്ടില്ല. അത് ഇന്നും ദൈവം ചെയ്യുന്ന കാര്യമാണ്. ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. ദൈവത്തെക്കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് സഭയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സഭയെ പണിയും. നമുക്കാർക്കും കൂടെ കൂടുതൽ വെച്ചാൽ ദൈവത്തിൻ്റെ സഭയെ പണിയാനൊക്കത്തില്ല. യേശുക്രിസ്തുവാണ് സഭയുടെ ഇവിടെ പണിക്കാരൻ. മനുഷ്യരെ രക്ഷിക്കാനായിട്ട് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലേ ഒന്ന് രക്ഷിക്കാൻ നോക്കിക്കേ, നിങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ദൈവം ഹൃദയങ്ങളെ തുറക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, ദൈവം തന്നെ മനുഷ്യരെ രക്ഷിക്കണം. കർത്താവ് രക്ഷിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ആകയാൽ വരിക, ഞാനവരെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു.
നീ എന്നോട് കൂടെ വരിക എന്ന മോശയോട് പറഞ്ഞ ആ പ്രസ്താവന തന്നെയാണ് കർത്താവ് നമ്മളോടും പറയുന്നത്. നമുക്ക് കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക, അപ്പോൾ ദൈവത്തിന് വേല ചെയ്യാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവമാണ് ദൈവത്തിന് വേല ചെയ്യുന്നത് എന്നതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് ഈ വേല എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനാലാണ് യേശു തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ദൈവത്തിൻ്റെ വേല എങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവം ദൂതന്മാരെ അയക്കും അല്ലേ? ദൂതന്മാരെ അയച്ചിട്ട് ആൾക്കാരോടെല്ലാം പോയി സൂചിച്ചാണ്. അങ്ങനല്ല, ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. ദൈവത്തെക്കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ വേല നിവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത് ദൈവം ചെയ്യുന്നത് ദൈവം വിളിച്ചിറക്കിയ ദൈവമക്കളിലൂടെയാണ്. ദൈവത്തിൻ്റെ വേല ദൈവം ചെയ്യുന്നത് താൻ തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താൻ തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാർക്ക് കൽപ്പന കൊടുത്ത് അവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ പ്രാപ്തിപ്പെടുത്തി. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. ദൈവം തന്നെയാണ് വേല ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? ഒരു തിയോളജിയൻ പറഞ്ഞ പോലെ അല്ലേ, വില്യം കേറിയോട് പറഞ്ഞു. വില്യം കേറിയോട് എന്ത് പറഞ്ഞേ? വില്യം കേറി പറഞ്ഞു, ഇന്ത്യയിലുള്ളതായിരിക്കുന്ന ജാതീയരായിരിക്കുന്ന ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്, ഞാൻ ഇന്ത്യയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പറഞ്ഞത് കേട്ട ഒരു മുതിർന്ന അച്ചായൻ പറഞ്ഞു, ഇഫ് ഗോഡ് വാണ്ട്സ് ടു സേവ് ദ പേഗൻസ് ഇൻ ഇന്ത്യ, ഹി ഡസൻറ്റ് നീഡ് യുവർ ഹെൽപ്പ് ഓർ മൈ ഹെൽപ്പ്. ഇന്ത്യയിലെ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് വില്യം കേറിയുടെ സഹായവും ആവശ്യമില്ല, എൻ്റെ സഹായവും ആവശ്യമില്ല. ദൈവം രക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം രക്ഷിച്ചോളൂ എന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. അയ്യോ, അങ്ങനെയല്ല കേട്ടോ. ഇന്ത്യയിലെ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് വില്യം കേറിയെ പോലെയുള്ള ആളുകളെയും എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകളെയുമാണ്. നാം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് മുഖാന്തരമായി ദൈവം വിളിച്ചിറക്കിയ മനുഷ്യരിലൂടെയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വി ആർ ഹിസ് ചാനൽ. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മെ കൂടാതെയല്ല, നമ്മളെ മാറ്റി നിർത്തിയല്ല, നമ്മെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് മുഖാന്തരമായി ഉപയോഗിച്ചാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. എന്നാൽ വേല നമ്മൾ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളാ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയും. ഞാൻ ആരാ? പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ എന്നെ മാനസാന്തരപ്പെടുത്തിയ മത്തായി സാറിന് സ്തോത്രം എന്നൊരാൾ സാക്ഷി പറഞ്ഞതായിട്ട് അറിയത്തില്ലായിരുന്നു. മത്തായി സാറാ പുള്ളിയോട് സുവിശേഷം പറഞ്ഞു. മത്തായി സാർ പറഞ്ഞായിരുന്നു, എടാ സായിപ്പ് വരുന്നുണ്ട്, നീ സാക്ഷി പറയണം, ഞാനാ നിന്നോട് സുവിശേഷം പറഞ്ഞെന്ന് നീ പറയണമെന്ന് പറഞ്ഞാ. അപ്പം പുള്ളിക്ക് വല്ലതും അറിയാവും. പുള്ളി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എന്നെ മാനസാന്തരപ്പെടുത്തിയ മത്തായി സാറിന് സ്തോത്രം, അദ്ദേഹത്തിന് ഭാര്യയ്ക്കും സ്തോത്രം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമുക്ക് ആരെയും മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല, ആരെയും രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ദൈവം തന്നെയാണ് രക്ഷിക്കുന്നത്. എന്നാൽ ദൈവം നേരിട്ട് വന്ന് പറയില്ല കേട്ടോ. ചില അവസരങ്ങൾക്ക് സ്വപ്നങ്ങളിൽ കൂടെയൊക്കെ കർത്താവ് സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയായിരിക്കാം. എന്നാൽ ദൈവം മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാർ. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികൾ, അത് ഞാൻ അടുത്ത ആഴ്ചയിൽ ഇച്ചിരി അല്പമായിട്ട് വിശദമായിട്ട് നിങ്ങളോട് പറയാം. സാക്ഷികൾ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്ന് പറയുന്നത് 12 അപ്പോസ്തലന്മാരായിരുന്നു. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവനാണ് ദൃക്സാക്ഷികൾ എന്ന് പറയുന്ന ആളുകൾ. ഒരു സാക്ഷികൾ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് യഥാർത്ഥത്തിൽ കോടതി ഭാഷയാണ്. കോടതിയിൽ കേസ് വിസ്താരം ചെയ്യുമ്പോൾ സാക്ഷികളെ വിളിക്കുന്നു. അപ്പോൾ ആരെയാണ് വിളിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടതായിരുന്നു, ഞങ്ങൾ ഇന്നയാൾ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളെ വിളിക്കുമോ? ഇല്ല, കണ്ടയാളിനെയാണ് വിളിക്കുന്നത്, കണ്ടയാളാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് പ്രാഥമികമായിട്ട് നിൽക്കുന്നത് 12 അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാരുടെ യോഗ്യത എന്തുവാ? യോഹന്നാൻ്റെ സ്നാനം തുടങ്ങി കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതുവരെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന ആളുകളെയാണ് ഈ അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നത്. ഇവരിതെല്ലാം കണ്ടതാ. യോഹന്നാൻ്റെ സ്നാനം തുടങ്ങി കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത സമയം വരെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന്
അവൻ ചെയ്തത് എല്ലാം കണ്ട് അവൻ പറഞ്ഞതൊക്കെ കേട്ട ആളുകളാണ് അടിസ്ഥാനപരമായി സുവിശേഷത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നവരാ. ഞാൻ ഒരു വാക്കൂടെ പറയാൻ, മൂന്നാമത്തെ പോയിന്റ് പറയാൻ എനിക്ക് നേരമില്ല കേട്ടോ. ഒരു വാക്കൂടെ പറയാം. ഇസ്ലാമിക ചിന്തയനുസരിച്ച് ഖുറാൻ, പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഹദീസാണ്. ഈ ഹദീസ് എന്താണെന്നറിയാമോ? ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞു എന്ന് അവർ ഈ ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, എന്നാൽ പറഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങൾ ആണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ചെയിൻ ഓഫ് ഇതുണ്ട്. ഈ കേട്ട ആൾക്കാരുടെ ഒരു ചെയിന്, അതനുസരിച്ചാണ് ഇത് പിന്നെ സഹിയാണോ അതോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇന്ന ആൾ ഇന്ന ആളിനോട് പറഞ്ഞു, ആ ആൾ ഇന്ന ആളിനോട് പറഞ്ഞു, ആ ആൾ ഇന്ന ആളിനോട് പറഞ്ഞു, ആ ആൾ ഇന്ന ആളിനോട് പറഞ്ഞു, പിന്നെ ആ ആളാണ് ഇത് രേഖപ്പെടുത്തിയത്. എൻ്റെ പിന്നെ കക്ക ഛർദ്ദിച്ചു, പറഞ്ഞു വന്നപ്പോൾ ആരായി? കാക്കയെ ഛർദ്ദിച്ചു എന്നായി. അപ്പം ഈ ഹദീസുകൾ മുഴുവനും കാക്കയെ ഛർദ്ദിച്ചതാ. കാക്കയാ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ ആൾ കേട്ട് ഒരു 10 പേര് 15 പേരുടെയൊക്കെ ചെയിനാണ് ഇതിൻ്റെ ചെയിൻ ഓഫ് നറേഷൻ എന്ന് അവർ പറയുന്നത്. ഇത് കാക്കയാ കുഞ്ഞേ. ഇത് ലോകത്തിൽ ആർക്കാ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇന്ന ആളിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷി അങ്ങനെയൊന്നുമല്ല കേട്ടോ. യോഹന്നാന്റെ സ്നാനം തുടങ്ങി കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുവരെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന് അവൻ ചെയ്തതെല്ലാം ദർശിച്ച, അവൻ പറഞ്ഞതൊക്കെ കേട്ട ആളുകളാണ് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ ലോകത്തിൽ നിയമിതരായിരിക്കുന്ന ആളുകൾ. അവരാ. They are the people. They saw, they heard, they was with him. അവർ ദൃക്സാക്ഷികളാണ്. അവർ പറഞ്ഞ ആ സാക്ഷ്യത്തിൻ്റെ സാധുതയാണ് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവർ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ ഏറ്റു പറയുക. വി ആർ ഷുവർ. മൂന്നാമത്തെ പിന്നെ പോയിൻ്റ് എന്ന് പറയുന്നത് അതായിരുന്നു കേട്ടോ. ഞാനത് ഇനി അടുത്ത ആഴ്ചയിൽ പറയുമ്പോൾ പറയാം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതങ്ങളെ പണിയുന്നതും നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിവർത്തിക്കുന്നതും സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും കൂടാതെ നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്, ഇത് ദൈവം തന്നെയാണ് ചെയ്യുന്നതെങ്കിലും നമ്മെ ഉൾപ്പെടുത്തിയാണ് ഈ പരിപാടി നിവർത്തിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ അയച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നു എന്ന കാര്യമാണ് രണ്ടാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് കൽപ്പന നൽകിയിട്ട് അവൻ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ കൽപ്പന എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി തുറന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞ കാര്യമാണ്. അതിന് മുന്നമേ തന്നെ ലൂക്കോസിന് സുവിശേഷം നമ്മൾ പറയുന്നുണ്ട്, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനുമുണ്ട് എന്നുള്ള കാര്യം യെരുശലേം തുടങ്ങി നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പറയണം എന്ന് കർത്താവ് പറഞ്ഞു. അതാണ് ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന കൽപ്പന. അത് നിവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആണ്. എന്നാൽ നിവർത്തിക്കുവാനുള്ള മുഖാന്തരം ദൈവം വിളിച്ച് വേർതിരിച്ച, ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തിയ ദൈവമക്കളാണ് പ്രാഥമികമായി അപ്പസ്തലന്മാരാണ്. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ ആത്മാവ്, ഇതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് കർത്താവേ, ഐ വാണ്ട് ടു ടച്ച് യു, ഐ വാണ്ട് ടു ഫീൽ യു, ആൻഡ് ഐ വാണ്ട് ടു ബി ഡയറക്റ്റഡ് ബൈ യു എന്ന് പറയുന്ന ഒരു തീവ്രത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ദൈവം തന്നെയാണ് അത് ചെയ്യുന്നത്. ദൈവം നമ്മിലൂടെയാണ് അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.